എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? അപ്പോൾ ഒരുപാട് നാളായല്ലേ നമ്മളൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി നൊയമ്പുതുറ സ്പെഷ്യലാണ്. നൊയമ്പ് തുറക്കുന്ന ടൈമിൽ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു അടിപൊളി ഐറ്റം തയ്യാറാക്കുന്നത് എന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്കതിനായിട്ട് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം മുളക് പൊടിയും 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം നമ്മുടെ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ ഒരു 150 ഗ്രാമോളം നമ്മുടെ ചിക്കനും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലുള്ളതും എല്ലില്ലാത്തതുമായിട്ടുള്ള ചിക്കൻ പീസസ് നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ഇതേ കുറച്ച് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ പേസ്റ്റ് ഉണ്ടെങ്കിൽ അതായാലും ചേർത്താൽ മതിയാകും. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കണം. ഇതിനി നമുക്കൊരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ മാറ്റാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മളിതേ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ ഒന്ന് ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇതൊന്ന് നല്ല മസാലയൊക്കെ പുരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിലേക്ക് മാറ്റാം. പാൻ ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബട്ടറിലൊക്കെ ഇതൊന്ന് വറുത്തെടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം കുറച്ചും കൂടെ നമുക്കൊന്ന് ടേസ്റ്റ് കൂടുതലായിട്ടൊക്കെ വരും. അപ്പോൾ ഞാനിവിടെ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് ചേർക്കുന്നത്. നമുക്കിത് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കേണ്ട. അപ്പോൾ ടേസ്റ്റ് നമുക്ക് മാറ്റി കിട്ടും. അന്നേരം നമുക്ക് ഇതിനി ഒന്ന് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഡീപ്പ് ഫ്രൈ ആയിട്ട് തന്നെ നമ്മൾ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കൻ എല്ലാം ഇവിടെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് കോരി മാറ്റാം. അങ്ങനെ ഞാൻ എല്ലാ ചിക്കനും കോരി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ സെയിം ഓയിലിൽ തന്നെയാണ് കേട്ടോ ഇനി നമ്മൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി ഓൾ വെജിറ്റബിൾസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തക്കാളി, പച്ചമുളക്, ക്യാപ്സിക്കം, സവോള ഇത്രയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാം ഒന്നിച്ചിട്ട് തന്നെയാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്, സെപ്പറേറ്റ് ചെയ്തിട്ടല്ല വഴറ്റുന്നത്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഈ ഓയിലിലേക്ക് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊന്ന് ഏകദേശം നന്നായിട്ട് തന്നെ ഒന്ന് സോട്ടായി വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമ്മളിനി ഇഞ്ചി വെളുത്തുള്ളി അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്ത ടൈമിൽ നമ്മൾ ഓൾറെഡി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ കുരുമുളക് പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കുക. ശേഷം 2 ടേബിൾ സ്പൂണോളം സോയാ സോസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ സോയാ സോസും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് തന്നെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഫ്ലെയിം ഇച്ചിരി ഒന്ന് സിമ്മിലൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതെല്ലാം ചേർത്ത് കൊടുക്കാനായിട്ട്. സോയാ സോസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന നമ്മുടെ ചിക്കൻ്റെ എല്ലെല്ലാം മാറ്റിയതിന് ശേഷം നമ്മൾ അത് ഒന്ന് കൈകൊണ്ട് തന്നെ ഒന്ന് മുറിച്ചിട്ടിട്ടുണ്ട്. അതും കൂടെ നമുക്ക് ഈ ഒരു വെജിറ്റബിൾസിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മളുടെ ബൺ നിറച്ചതിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ മസാലയും ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇനിതേ ഞാൻ ബണ്ണുകളെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ. അപ്പം നമ്മളൊരു 4 ബൺ നിറച്ചതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ബണ്ണിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഒരു ഭാഗം നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ ഒരു ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടിഭാഗം വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ ഈ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തെ നമ്മളൊന്ന് എന്താ പറയുക, നമ്മൾ ആ ഭാഗം അത്രയും ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ട് ആ ഭാഗത്തിനെ അങ്ങോട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ നമ്മളൊരു ഹോള് പോലെ ആക്കിയെടുക്കണം. നമ്മുടെ ബണ്ണിന് ഒരു ഹോൾ ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് കണ്ടോ, ഇതുപോലെ നമ്മൾ ഹോൾ ഉണ്ടാക്കിയെടുക്കണം. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മളിത് ഈ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലകൾ നമുക്കിതിലേക്ക് ഫില്ലിങ് ആക്കിയിട്ട് കൊടുക്കാം. അപ്പം എനിക്ക് ഒരു അബദ്ധം പറ്റി, ഇതിനടിയിൽ നമ്മൾ ചീസ് വെക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ചീസ് ഇല്ലാത്തൊരു വിഷമിക്കുകയൊന്നും വേണ്ട, അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ ചീസ് വെക്കുമ്പോൾ അത് കഴിക്കുന്ന ടൈമിൽ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും കേട്ടോ, ആ ചീസിൻ്റെയും കൂടെ ടേസ്റ്റ് കിട്ടും.
അപ്പം ഇതിൻ്റെ അടിയിലും വെക്കേണ്ടതായിരുന്നു, പക്ഷേ ഞാനതങ്ങ് വിട്ടുപോയി. അപ്പം ഞാൻ മുകളിൽ കുറച്ച് ചീസ്, നമ്മുടെ മൊസറല്ല ചീസാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ മൊസറല്ല ചീസ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ മേൽഭാഗം നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, ആ ഭാഗം നമുക്ക് നമ്മുടെ മൈദ പേസ്റ്റ് ഉണ്ടല്ലോ, മൈദ പേസ്റ്റ് കൊണ്ടിട്ട് നമുക്കിതൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. അപ്പം മൈദ ഞാൻ കുറച്ച് വെള്ളത്തിലൊന്ന് ചാലിച്ചെടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നമുക്കൊന്ന് തേച്ചിട്ട് ആ ഭാഗമെല്ലാം നമുക്കൊന്ന് സ്റ്റിക്കാക്കി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ അങ്ങ് സെറ്റായിട്ടങ്ങ് ഇരുന്നോളും. അപ്പം ഇതുപോലെ നമുക്ക് എല്ലാ ബന്നും ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ബന്നും നിറച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളുടെ ട്രേയിലേക്ക് ബട്ടർ പേപ്പർ നിരത്തിയിട്ട് എല്ലാ ബന്നും അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഓവൻ നമ്മളൊരു 10 മിനിറ്റ് 150 ഡിഗ്രി സെൽഷ്യസിലൊന്ന് പ്രീ ഹീറ്റിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓവൻ ചൂടായി വന്ന് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് ഈ ഒരു ട്രേ ഇതിലേക്ക് ഓവനിലേക്ക് ഒന്ന് സെറ്റാക്കി വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മളൊരു 10 മിനിറ്റാണ് കേട്ടോ ഇതൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് പോകുന്നത്. 10 മിനിറ്റ് മാത്രമേ നമ്മൾ ഇടുന്നുള്ളൂ. അപ്പോൾ 10 മിനിറ്റ് നമ്മൾ ഓവനിലേക്ക് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിന് ശേഷം ഇനി നമുക്ക് കാണാം. അങ്ങനെ നമ്മളുടെ ഓവനിലേക്ക് നമ്മൾ ബൺ നിറച്ചത് വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓവനിൽ അലാറമൊക്കെ അടിച്ച് കഴിഞ്ഞു. അങ്ങനെ നമ്മളത് ഓവനിൽ നിന്ന് നമ്മുടെ ബൺ നിറച്ചത് പുറത്തേക്ക് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടെക്സ്ചറൊക്കെ ഞാൻ ഇനി ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നല്ല അടിപൊളി ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബണ്ണിൽ നമ്മുടെ ആ ചീസൊക്കെ നല്ല പോലെ ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇഫ്താറിൻ്റെ ടൈമിലായാലും അല്ലാതെ ഇപ്പം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ഈവനിങ്ങിൽ സ്നാക്കൊക്കെ ആയിട്ടൊരു വെറൈറ്റി ഐറ്റമൊക്കെ ആയിട്ടും ഒക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പം നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റൊക്കെ വന്നാൽ ഇപ്പം ബന്നും ചിക്കനും ഒക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഓവൻ തന്നെ വേണമെന്നൊന്നുമില്ല. ഓവൻ ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ ഫ്രൈങ് പാനിൽ നമുക്കിത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കൂടാതെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് റിൻസി.